ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 80-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യം, 80-ാമത്തെ സങ്കീർത്തനം 7-ാം വാക്യം, 80-ാമത്തെ സങ്കീർത്തനം 19-ാം വാക്യം, ഈ 3 വാക്യങ്ങൾ വായിക്കാം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. 7-ാം വാക്യം. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. 19-ാം വാക്യം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ സ്ഥാനം തെറ്റി നിൽക്കുകയാണ്. ഞങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആ പൂർവ്വസ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. മുമ്പുണ്ടായിരുന്ന ആ സ്ഥാനത്തേക്ക് തന്നെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ദൈവമേ, ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ വീണുപോയ ആ പഴയ അനുഗ്രഹീതമായ സ്ഥാനത്തേക്ക് തിരികെ ചെല്ലുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങൾക്ക് വന്നുപോയ നഷ്ടങ്ങൾ നികത്തിയെടുക്കുവാൻ ഭാഗ്യം തരണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ദൈവമേ, ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ. സ്ഥാനം തെറ്റി നിൽക്കുകയാണിപ്പോൾ. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ദൈവം ഭാഗ്യവശാൽ നമ്മെ ഓരോരുത്തരെയും ഒരു നല്ല സ്ഥാനത്താക്കിയിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു നല്ല പദവി തന്നിരുന്നു. നാം ഈ മാനസാന്തരം എന്ന് പറയുന്നതിൻ്റെ വില പലപ്പോഴും നാം ചിന്തിക്കാറില്ല, അതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലാക്കാറുമില്ല. ഒരു മാനസാന്തരം കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, വലിയൊരു മഹാഭാഗ്യമാണ്. നമുക്ക് ഒരു മാനസാന്തരം കിട്ടിയതാണ്. മാനസാന്തരം കിട്ടിയപ്പോൾ ദൈവം നമ്മെ എടുത്ത് ഉയർത്തി സ്വർഗ്ഗോന്നതങ്ങളിൽ ഇരുത്തിയതാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നമുക്ക് തന്നതാണ്. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി തന്നതാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി തന്നതുകൊണ്ട് സ്വർഗീയ പൗരത്വം നമുക്ക് കിട്ടിയതാണ്. സ്വർഗീയ പൗരത്വം, ഈ സ്വർഗീയ പൗരത്വം അത് ലഭിക്കുന്നു എന്ന മഹാഭാഗ്യം നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മിൽ പലരും വാസ്തവത്തിൽ അതിൻ്റെ വിലയറിയാതെ ഇന്ന് അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എനിക്ക് കിട്ടിയത് എന്ന് മറന്നു പോകുന്നു. ഏലിയാ പ്രവാചകൻ എലീശയോട് പറഞ്ഞു, പോയി വരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്ക എന്ന് പറഞ്ഞു. പോയി വരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്ക. നിനക്ക് എന്താണ് കിട്ടിയതെന്ന് നീ ഓർക്കണം. നിനക്ക് ലഭിച്ചത് എന്താണെന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം തുലവും ദുർലഭമാണ്. സത്യവചനം വളരെ ചുരുക്കമാണ്. ജീവൻ്റെ വചനം ഒരിടത്തും കേൾക്കാനില്ല. അനേകം പ്രസംഗങ്ങളുണ്ട്, പക്ഷേ ജീവൻ്റെ വചനമില്ല. ആത്മാക്കളെ വീണ്ടെടുക്കുന്ന വചനമില്ല. ആത്മാക്കളെ വീണ്ടെടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമില്ല. ആത്മാക്കൾക്ക് ശുദ്ധീകരണം തരുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ വചനമില്ല. ഇന്ന് ധാരാളം പ്രസംഗങ്ങളുണ്ട്. നല്ല പഠിപ്പുള്ള, നല്ല സാമർഥ്യമുള്ള, നല്ല കഴിവുള്ള പ്രസംഗകരുണ്ട്. പക്ഷേ അവർ പരിശുദ്ധാത്മാവിൻ്റെ വചനം എന്നുള്ളത് എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ വയ്യാതിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നുള്ള പേര് പോലും അവർക്ക് മനസ്സിലാക്കുന്നില്ല. വാക്കാൽ പറയും, പക്ഷേ അത് ജീവിതത്തിൽ മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധാത്മാവ്, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവഹിച്ച് വരികയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ തീവ്രമായ വാഞ്ചയോടെ ഒഴുകിയെത്തുകയാണ്. നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് കാണുകയാണ്. ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുകയാണ്. നിങ്ങളും ചിന്തിച്ച് നോക്കൂ, ഇവിടെ വന്ന ഈ വചനം കേൾക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ എന്തുമാത്രം നിങ്ങളുടെ ചിന്താഗതികളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനോഭാവങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞത് ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചിന്തയുണ്ട്. ഞാൻ കർത്താവിനെക്കുറിച്ച് വലിയ ആഗ്രഹങ്ങൾ വെച്ചിരുന്നു, പക്ഷേ ഞാൻ അതിനകത്ത് നിന്നിട്ടില്ല എന്ന്. ഒരു സെൽഫ് റിയലൈസേഷനാണ്, തന്നെത്താനുള്ള ബോധ്യമാണ്. ഞാൻ എൻ്റെ കർത്താവ് എന്നെ ആക്കിയ സ്ഥാനത്ത് ഞാൻ നിന്നില്ലല്ലോ. എനിക്ക് തന്നതായ പദവി ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. എനിക്ക് തന്നതായ അനുഗ്രഹങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ. നമ്മൾ പലർക്കും ആ ഒരു ദാരിദ്ര്യബോധമുണ്ട്. അത് നല്ലതാണ്, ദാരിദ്ര്യബോധം. എനിക്ക് കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കുന്നതുവരെയും കഴിഞ്ഞില്ലല്ലോ. നീ എന്നെക്കുറിച്ച് ആഗ്രഹിച്ചതുപോലെ നിൽക്കാൻ സാധിച്ചില്ലല്ലോ. എനിക്ക് നീ തന്ന പദവി ഞാൻ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ എന്നുള്ളതായ ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് തീർച്ചയായും നല്ലതാണ്. പക്ഷേ ആ ചിന്ത ഒരു നിഷേധാത്മക ചിന്തയായി പോകരുത്. ഇതുവരെ നിന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇല്ല, അത് ഇതുവരെ നിന്നില്ലെങ്കിൽ ഞാൻ നിൽക്കുമെന്നുള്ളതായ ഒരു ഉറപ്പ്, അക്കാര്യത്തിൽ സംശയമില്ല. ഇതുവരെയും എനിക്ക് സാധിച്ചില്ല, ജയജീവിതം കിട്ടിയില്ല, എൻ്റെ കോപം മാറിയില്ല, എൻ്റെ അസൂയയും പകയും വിദ്വേഷവും മുഴുവൻ മാറിയിട്ടില്ല, എൻ്റെ സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും മുഴുവൻ മാറിയിട്ടില്ല, എൻ്റെ സ്വയം ഇപ്പോഴും മാറാതെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു സ്വയം, എൻ്റെ അഹം എൻ്റെ ഞാനെന്ന ഭാവം അതിപ്പോഴും മാറിയിട്ടില്ല. കർത്താവെ, ഇതെനിക്ക് മാറ്റിത്തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി പുതുതായ സമർപ്പണങ്ങൾ എടുക്കുന്ന അവസരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ അവസരങ്ങൾ, വചനം കേൾക്കുന്ന സമയങ്ങൾ. ആ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുറ്റികൾ ഉറപ്പിക്കണം, വിശ്വാസത്തിൻ്റെ കുറ്റി ഉറപ്പിക്കണം. വിശ്വാസത്തിൻ്റെ കുറ്റി ഉറപ്പിച്ചുകൊണ്ട് സമർപ്പണം ആഴത്തിലാക്കണം. വിശ്വാസത്തിൻ്റെ കുറ്റി
നിൻ്റെ കയറുകൾ നീട്ടുക, നിൻ്റെ കുറ്റികൾ ഉറപ്പിക്കുക എന്ന് യെശയ്യാവ് പറയും 54 അധ്യായത്തിൽ. നിൻ്റെ കുറ്റികൾ ഉറപ്പിക്കുക, നിൻ്റെ കയറുകൾ നീട്ടുക. സ്ട്രെങ്തൻ ദൈ സ്റ്റേക്സ് ആൻഡ് ലെങ്തൻ ദൈ കോട്ട്സ്. നിൻ്റെ കുറ്റികളെ ഉറപ്പിക്കുക. വിശ്വാസത്തെ കുറ്റി ആഴത്തിൽ ഉറപ്പിക്കണം. വിശ്വാസം ആഴത്തിൽ ഉറപ്പിക്കണം. സ്ട്രെങ്തൻ ദൈ സ്റ്റേക്സ്, നിൻ്റെ കുറ്റികളെ ഉറപ്പിക്കുക. ആൻഡ് ലെങ്തൻ ദൈ കോട്ട്സ്, നിൻ്റെ കയറുകളെ നീട്ടുക. വിശാലതയിലേക്ക് കയറ് നീട്ടണം. പ്രിയപ്പെട്ടവരെ, നാം എന്നും ഈ കേട്ട് അങ്ങനെ ഇരിക്കേണ്ടവരല്ല. നാം ഓരോരുത്തരും ഓടി ഓടി നടന്ന് കർത്താവിൻ്റെ വചനം പറയേണ്ടവരാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ ചെലവഴിക്കേണ്ടവരാണ്. നാം ഓരോരുത്തരും നമ്മുടെ സമയം ചെലവഴിക്കണം, നമ്മുടെ കഴിവ് ചെലവഴിക്കണം, നമ്മുടെ സ്വാധീന ശക്തി ചെലവഴിക്കണം. ഒരുപക്ഷേ നിങ്ങൾ ഒരാൾക്ക് ഫോൺ ചെയ്താൽ ആ ഫോൺ കേൾക്കുന്നയാൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും. ഒരു പ്രാവശ്യം നമ്മുടെ TV പ്രസംഗം ഒന്ന് കേൾക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ കേൾക്കുന്നയാൾ അനുസരിക്കും. നിങ്ങൾക്ക് സ്നേഹമുള്ളതുകൊണ്ട്, നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട്. മറ്റാരും പറഞ്ഞാൽ പക്ഷേ ആൾ അനുസരിച്ച് തരികയില്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും. നമുക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള, പ്രത്യേക താല്പര്യമുള്ള ചില ആളുകളുണ്ട്. ആളുകളോട് നമുക്ക് പറയണം, ഇപ്പോൾ 10 മിനിറ്റിനകം TV യിൽ പ്രസംഗം വരും, ഇന്ന ചാനലിലാണ് പ്രസംഗം വരുന്നത്, നിങ്ങൾ കേൾക്കണമെന്ന് ഓരോ പ്രസംഗത്തിനും മുമ്പ് നിങ്ങൾ വിളിച്ചറിയിക്കണം. സ്നേഹമുള്ളവരെ വിളിച്ചറിയിക്കണം. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനേകരെ കേൾപ്പിക്കണം. കർത്താവിൻ്റെ വേലയാണത്. കർത്താവിൻ്റെ വേല. എല്ലാവരും പ്രസംഗിക്കണമെന്നില്ല. എല്ലാവരും എല്ലാ വീടുകളും കയറി സന്ദർശിച്ച് വചനം പറയണമെന്നുമില്ല. അതിന് ഓരോരുത്തർക്കുള്ള വിളി പോലെ, ഓരോരുത്തർക്കുള്ള സൗകര്യം പോലെ ഓരോരുത്തർക്ക് വേല ചെയ്യാവുന്നതാണ്. പക്ഷേ നാം ഇന്ന് ചെയ്യേണ്ട വേല ചെയ്തില്ല എന്നുള്ള ഒരു പരാജയബോധത്തോടെ കർത്താവിലേക്ക് ചെന്ന് നിന്നിട്ട് നാം പറയണം, കർത്താവേ, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിലും എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. എനിക്ക് നീ ഏൽപ്പിച്ചതായ വേലകൾ ശരിയായി ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണമേ. എന്നെ നീ ഫലമേൽപ്പിച്ചുള്ള ചില വേലകളുണ്ട്, എനിക്ക് തന്ന ചില പദവികളുണ്ട്, എനിക്ക് തന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, എനിക്ക് തന്ന ചില കൃപാവരങ്ങളുണ്ട്. ഓരോന്നും ജ്വലിപ്പിച്ചുകൊണ്ട് കർത്താവേ, നിനക്ക് വേണ്ടി മുഴുവനായി അങ്ങ് വേദനിക്കപ്പെട്ട് ചെലവഴിക്കപ്പെടാനുള്ളതായ ഭാഗ്യം എനിക്ക് തരണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നമുക്ക് സാധിക്കുന്നതാണ്, നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കേണ്ടതുമാണ്. നമ്മിൽ പലരും നിരാശയോടെയാണ് ഞാൻ ഇതുവരെ നിന്നില്ല എന്ന് പറയുന്നത്. ഇതുവരെ നിന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് ഇതുവരെ നിൽക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് പാവത്തിന് മേലെ ജയമില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാനല്ല. നേരെ മറിച്ച് ഇതുവരെ ജയമില്ല, ശരി, പക്ഷേ എൻ്റെ കർത്താവ് എനിക്ക് ജയം തരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. യേശുക്രിസ്തു എനിക്ക് ജയം തരും, യേശുക്രിസ്തു എന്നെ ജയിപ്പിക്കും, എൻ്റെ പാവ സ്വഭാവത്തിന്മേൽ കർത്താവ് എനിക്ക് ജയം തരും, എൻ്റെ പാവ പ്രകൃതി കർത്താവ് മാറ്റിത്തരും, എൻ്റെ സ്വഭാവം മാറ്റി എനിക്ക് സൽസ്വഭാവമായി കർത്താവ് തരും, ചീത്ത ശീലങ്ങൾ മാറ്റി കർത്താവ് എനിക്ക് നല്ല ശീലങ്ങൾ തരും, നല്ല സ്വഭാവം തരും, നല്ല പ്രകൃതി തരും. കർത്താവ് എനിക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് തരും. ഇതെല്ലാം വിശ്വാസമാണ്. വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. പരാജയബോധത്തോടെ ചെന്ന് നിരാശയോടെ നിലവിളിക്കാനല്ല, വിശ്വാസത്തോടെ ചെന്ന് കർത്താവിൽ പ്രത്യാശയോടെ അപേക്ഷിക്കാനാണ് ഞാൻ പറയുന്നത്. പ്രത്യാശയോടെ. ഏതായാലും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ യേശുവിൻ്റെ തിരികെ നിവർത്തിക്കണം. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നതിന് മുൻപ് എൻ്റെ യേശുവിൻ്റെ വേല എനിക്ക് ചെയ്തു തീർക്കണം. ഈ ഒരു ദാഹം നമുക്ക് വരണം. യേശുവിൻ്റെ വേല ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്യാൻ അധികം ആളുകളില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വചനം ദുർലഭമാണ്. ഏറെ വചനം കിട്ടാനില്ല, സത്യവചനം കിട്ടാനില്ല. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ പലതും എല്ലാം പലതരത്തിലുള്ളതായ ദൈവമക്കളെ വഴിതെറ്റിക്കുന്നതായ ചില പ്രസ്താവനകളും മറ്റുമാണ്. ഇത് പാവപ്പെട്ട ജനത്തെ വഴിതെറ്റിക്കുന്നത്. നമ്മുടെ TV കളിലൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറപ്പ് തോന്നും, വെറുപ്പ് തോന്നും. ചിലർ രോഗം സൗഖ്യമാക്കുന്നതിന് വേണ്ടി അലറുകയും അട്ടഹസിക്കുകയും ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോയെന്നൊക്കെ പിശാചിനോട് പറയുന്നു എന്നൊക്കെ ഭാവിച്ചുകൊണ്ട് അട്ടഹസിക്കുന്ന വാക്കുകളൊക്കെ കേട്ട് കാണും. അതൊന്നുമല്ല ആത്മീയം. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരു ആത്മീയമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ ഈ കേരളക്കരയിൽ തന്നെയുണ്ട് വഴിതെറ്റിപ്പോകുന്ന ആത്മീയം. ശരിയായ വഴി ഏതാണ്? കർത്താവായ യേശു ക്രിസ്തു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ഇത് അല്ലെങ്കിൽ തലയ്ക്ക് അല്പം ശരിയായിട്ട് തല നിർത്തി വയ്ക്കാൻ പറ്റാത്തയാളോട് തല നിർത്തി പിടിക്കുക എന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തല നിർത്തി പിടിക്കുന്നു. അല്ലെങ്കിൽ കാലിന് സ്വാധീനമില്ലാത്തയാളോട് കാൽമുട്ട് വളഞ്ഞിരിക്കുന്നത് നേരെയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആളോട് ചാടാൻ പറയുന്നു, ആൾ ചാടുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയെല്ലാം ഇതൊന്നല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് പാപിയെ വേണ്ടിയെടുക്കുന്നതാണ്. പാപിയെ വേണ്ടിയെടുക്കുന്നു. പാവം മാറുമ്പോൾ പ്രിയപ്പെട്ട കരുണയുള്ള കർത്താവ് നമുക്ക് നമ്മുടെ പാവം മാറുന്നതോടൊപ്പം നമുക്ക് രോഗസൗഖ്യം തന്നു എന്ന് വരും. പാവം മാറുമ്പോഴാണ് രോഗസൗഖ്യം. പ്രിയപ്പെട്ടവരെ, ആ തളർവാദ രോഗി 38 കൊല്ലമായി തളർന്നു കിടന്ന ആ തളർവാദ രോഗി, വേദസാക്കുളക്കരയിൽ കിടന്ന തളർവാദ രോഗി കർത്താവ് ചെന്ന് അവന് സൗഖ്യം കൊടുത്തു. സൗഖ്യം കൊടുത്തു കഴിഞ്ഞ് അവനെ പിന്നെ കർത്താവ് കണ്ടപ്പോൾ പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായി ഭവിക്കാതിരിക്കാൻ ഇനി പാവം ചെയ്യരുത്, ഇനി പാവം ചെയ്യരുത്. ഇപ്പോൾ നിനക്ക് തിന്മയായി ഭവിച്ചത് ഈ തളർന്നു കിടന്ന നിൻ്റെ ഈ രോഗാവസ്ഥയ്ക്ക് കാരണം പാവമാണ്. ഇപ്പോൾ ഞാൻ പാവം ക്ഷമിച്ചു തന്നിട്ടുണ്ട്, നിനക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്
എന്നാൽ ഇനി പാവം ചെയ്താൽ ഇതിനേക്കാൾ വലിയ തിന്മ നിനക്ക് വരും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാവമോചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാവമോചിച്ച് കിട്ടുക. നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ചെന്ന് ദൈവത്തിന് വചനം പറയുകയും സാക്ഷിക്കുകയും ചെയ്യുമ്പോൾ പാവമോചനത്തിൻ്റെ കാര്യമാണ് ശക്തമായി പറയേണ്ടത്. പാവം മോചിച്ചു തരുന്ന ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാവമോചനം, സൗജന്യമായ രക്ഷ, സൗജന്യമായി വീണ്ടെടുപ്പ്, ഏത് പാപിക്കും രക്ഷപ്പെടാമെന്നുള്ളതായ സ്വർഗീയ സന്ദേശം, ആ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പാവം മാറിക്കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു കഴിയുമ്പോൾ ആ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ക്രിസ്തു കൊടുക്കും. സൗഖ്യം ആവശ്യമാണോ അത് കർത്താവ് കൊടുക്കും. പഠിത്തം ആവശ്യമാണോ അത് കർത്താവ് കൊടുക്കും. ആൾക്ക് ഏത് ജോലി ആവശ്യമാണോ അത് കർത്താവ് കൊടുക്കും. ആദ്യം പാവം മോചിച്ച് കിട്ടണം. ക്രിസ്തു രക്ഷകനായും കർത്താവായും ഹൃദയത്തിലൊന്ന് വാഴണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴാതെ നാം എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടാലും അടയാളങ്ങൾ കണ്ടാലും അതിന് പറയുമൊന്നും പോകരുത്. അത് അബദ്ധമാണ്. പാവപ്പെട്ട മനുഷ്യരെ വഴിതെറ്റിക്കാനുള്ള ചില തന്ത്രങ്ങളാണ്, ചില കുതന്ത്രങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം സത്യസുവിശേഷം എന്ന് കേൾക്കാനില്ല. പ്രിയപ്പെട്ടവരെ, നിർമ്മല സുവിശേഷം കേൾക്കാനില്ല. ഏതാണ് സുവിശേഷം? ദൈവത്തിന് സ്തോത്രം. പാവമോചനം കിട്ടുമ്പോൾ രോഗസൗഖ്യം കിട്ടുന്നു. ഇതെല്ലാം ദൈവം തരുന്ന കരുണയാണ്, ദൈവം തരുന്ന പ്രവൃത്തിയാണ്. നാം ആഗ്രഹിക്കേണ്ടത് കർത്താവിനെ കൈക്കൊള്ളുക. ഒന്നാമത്തെ സുവിശേഷ പ്രസംഗത്തിൽ അപ്പോസ്തലനായ പത്രോസ് പെന്തിക്കോസ്ത് പെരുന്നാൾ ചെയ്ത പ്രസംഗത്തിൽ അന്ന് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. നിങ്ങൾ രക്ഷകനെ ക്രൂശിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികൾ. ഇതാണ് സുവിശേഷം. നിങ്ങൾ രക്ഷകനെ ക്രൂശിച്ചു, വീണ്ടെടുപ്പുകാരനെ ക്രൂശിച്ചു. എന്നോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. സ്തോത്രം. ഇതാണ് സുവിശേഷം. അതല്ലാതെ പറയുന്ന കാര്യങ്ങളോ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും അത് സുവിശേഷമല്ല, അത് ദൈവികമല്ല, അത് ആത്മീയമല്ല, അത് പൈശാചികമാണ്. ഡെവിൾ, ദുഷ്ടപിശാച് ചെയ്യുന്ന തന്ത്രങ്ങളാണ്. അതിൽ പാവപ്പെട്ട ജനം രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് പാവങ്ങൾ പോയി അവിടെ ചെന്ന് കുടുങ്ങുന്നു. ഈയാമ്പാറ്റകൾ തീ കത്തുന്നിടത്തേക്ക് പാഞ്ഞു വന്ന് തീയിൽ വീണ് ചാകുന്നതുപോലെ അനേകം സാധുക്കളായ നിരപരാധികളായ എട്ടും പൊട്ടും തിരിയാത്തവരായ പാവങ്ങൾ അവിടെ ചെന്ന് ഇതുപോലുള്ളതായ പ്രസംഗങ്ങൾ കേട്ട് അവർ അമ്പരപ്പിലാവുന്നു. ഏതോ ഒരു രക്ഷ കിട്ടിയെന്നൊക്കെ ഭാവിച്ച് അവർ പിന്നെ ആത്മീയ പ്രവർത്തനം തുടങ്ങുകയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആരെയും വേദനിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു വലിയ സത്യം ഞാൻ പറയുകയാണ്. നിങ്ങൾ ഓർക്കുക, നിർമ്മല സുവിശേഷം. എന്താണ് നിർമ്മല സുവിശേഷം? യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ കൃപ യഥാസ്ഥാനപ്പെടുത്തും. നമുക്കൊരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 30:18, 30:20. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. അമാലേക്യർ, ശത്രുക്കൾ, അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ച് കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. നഷ്ടപ്പെട്ടത് എല്ലാം തിരികെ കിട്ടി, യാതൊന്നും കിട്ടാതിരുന്നില്ല. അമാലേക്കർ അപഹരിച്ചുകൊണ്ട് പോയിരുന്നത് എല്ലാം തിരികെ കിട്ടി. ദാവീദ് അതെല്ലാം വീണ്ടുകൊണ്ടു. ദാവീദ് അതെല്ലാം റിക്കവർ ചെയ്തു, എല്ലാം വീണ്ടെടുത്തു. അടുത്ത വാക്യം. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ആടുമാടുകളെ ഒക്കെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ 4 കാലുകൾക്ക് മുമ്പായി തെളിച്ചു നടത്തിക്കൊണ്ട് ഇത് ദാവീദിൻ്റെ കൊള്ള എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുവന്നു. ഇന്ന് അനേകം ആളുകൾ നഷ്ടപ്പെട്ടു പോയതിനോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നഷ്ടങ്ങൾ വന്നുപോയി, കഷ്ടങ്ങൾ വന്നുപോയി. നഷ്ടപ്പെട്ടതിനോർത്ത് കരയും. നാളുകൾ നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ ജീവിതത്തിലെ ആയുസ് നഷ്ടപ്പെട്ടു പോയല്ലോ, സമയങ്ങൾ നഷ്ടപ്പെടുത്തി പോയല്ലോ, കുറേ കൂടി പ്രവർത്തിക്കാമായ സമയങ്ങളായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിച്ചറിയാതെ നമുക്ക് പറയാനുള്ളൂ, അയ്യോ എൻ്റെ നാളുകൾ ഞാൻ നഷ്ടപ്പെടുത്തി. ഏറ്റവും വിലപ്പെട്ടതിന് വേണ്ടി എൻ്റെ നാളുകൾ ഉപയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വില കുറഞ്ഞവയ്ക്ക് വേണ്ടി നാളുകൾ ഞാൻ ഉപയോഗിച്ചു പോയി. ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ യേശുവും യേശുവിൻ്റെ രാജ്യവും യേശുവിൻ്റെ സുവിശേഷവുമാണ്. അതിനുവേണ്ടി ഞാൻ ചെലവഴിക്കേണ്ടതായിരുന്നു, അതിനുവേണ്ടി ഞാൻ ഓടി നടക്കേണ്ടതായിരുന്നു, അതിനുവേണ്ടി എൻ്റെ സർവ്വശക്തിയും പ്രയോഗിക്കേണ്ടതായിരുന്നു, എൻ്റെ സർവ്വബലവും പ്രയോഗിക്കേണ്ടതായിരുന്നു. യേശുവിൻ്റെ മഹത്വമായ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ പ്രചാരത്തിന് വേണ്ടി എൻ്റെ ലാഭം ഞാൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നഷ്ടപ്പെട്ടതൊക്കെയും മടക്കിക്കൊണ്ടുവരാൻ ഒരു ചാൻസ് ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? ചിലർക്ക് ഓർക്കാൻ പറ്റും. മദ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച ആളുകളുണ്ട്. മദ്യത്തിന് വേണ്ടി കാരണന്മാരുടെ കാലത്ത് സമ്പാദിച്ച സ്വത്ത് നഷ്ടപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തിയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വത്തെല്ലാം നഷ്ടപ്പെടുത്തി മദ്യത്തിന് വേണ്ടി.
ഇപ്പോഴും മക്കൾക്ക് അവകാശപ്പെട്ടതായ സമ്പത്ത്, മക്കൾക്ക് കൊടുക്കേണ്ടതായ സമ്പത്ത് കൊടുക്കാതെ മദ്യത്തിനു വേണ്ടി ഇന്നും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. സ്വന്തം മക്കൾക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷേ മക്കൾക്ക് അത് കൊടുക്കുന്നില്ല. അത് പൈതൃകമായി കിട്ടിയ സ്വത്ത് മക്കൾക്ക് കൈമാറാതെ അതെല്ലാം വിറ്റ് കുടിച്ച് നശിക്കുന്ന ആളുകളുണ്ട്. നാശം വന്നു പോകുന്നു. നഷ്ടം നിസ്സാരമല്ല. പൈസ നഷ്ടപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പൈസ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായ സ്വഭാവ ശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരു കാലത്ത് എന്തൊരു തീക്ഷ്ണതയായിരുന്നില്ലേ, എന്തൊരു തീക്ഷ്ണതയായിരുന്നു, എന്തൊരു ശക്തിയായിരുന്നു. നമുക്ക് വിശുദ്ധി വേണമെന്നുള്ളതായി നിർബന്ധമുണ്ടായിരുന്നു. ഒരു വാക്കിൽ തെറ്റിയാൽ വെപ്രാളപ്പെടുമായിരുന്നു. അയ്യോ തെറ്റിപ്പോയല്ലോ, കർത്താവേ എനിക്ക് പരിഭവം വന്നുപോയല്ലോ, അയ്യോ എനിക്ക് കോപം വന്നുപോയല്ലോ, ഞാൻ പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉള്ളിൽ കോപം വന്നുപോയല്ലോ. പിന്നെ നിലവിളിയാണ്, ദൈവസന്നിധി ചെന്നിരുന്ന് നിലവിളിയാണ്, തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ എല്ലാം മടക്കി കൊണ്ടുവരുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഒന്നല്ല പലതാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയത് എല്ലാം എനിക്ക് തിരികെ കൊണ്ടുവരണം. നഷ്ടപ്പെട്ടത് തിരികെ തരും ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇതുവരെ നഷ്ടപ്പെട്ടത്? വിശുദ്ധി കൈമോശം വന്നവരുണ്ട്, ചില നിഷ്ഠകൾ കൈമോശം വന്നവരുണ്ട്, ജീവിതത്തിലെടുത്ത ചില സമർപ്പണങ്ങൾ തെറ്റിപ്പോയവരുണ്ട്, സമർപ്പണം ആഴത്തിലാക്കാതെ അതെല്ലാം തെറ്റിപ്പോയി, സമർപ്പണം ഇല്ല. ഇപ്പോൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ട്. ദൈവത്തോട് പറഞ്ഞാൽ ഉടമ്പടികൾ ലംഘിച്ചവരുണ്ട്. ദൈവത്തോട് പറഞ്ഞാൽ ഉടമ്പടികൾ, ഇനി ഞാൻ കോപിക്കുകയില്ല, ഞാൻ മൂലവീട്ടിൽ കലാപം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞവർ വീണ്ടും പിന്നെയും കലാപം തുടങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി ഞാൻ മദ്യം തൊടുകയില്ല, കാണുപോലും ചെയ്യുകയില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ പിന്നെ അറിയാതെ മദ്യത്തിൻ്റെ അടിമയായി തീർന്നിരിക്കുന്നു. കഞ്ചാവ് തൊടുകയില്ല, അത് അപകടമാണ്, എൻ്റെ ശരീരത്തിൻ്റെ ദോഷമാണ് എന്ന് മനസ്സിലാക്കിയ വേണ്ട എന്ന് വെച്ചവർ പിന്നെയും കൂട്ടുകെട്ടിലായപ്പോൾ ആ കഞ്ചാവ് പിന്നെയും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. നഷ്ടം നിസ്സാരമല്ല. ആയുസിൻ്റെ സമയങ്ങൾ ഓരോന്നിങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്, ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞ് പോവുകയാണ്. നാം നമ്മുടെ ജീവിതാന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നഷ്ടങ്ങളെല്ലാം തിരികെ കൊണ്ടുവരാതെ നാം ഇനി മുന്നോട്ട് പോകരുത്. ദൈവത്തിന് സ്തോത്രം. എല്ലാ നഷ്ടങ്ങളും തിരികെ കൊണ്ടുവരണം. ശത്രു കൊണ്ടുപോയതെല്ലാം തിരികെ കൊണ്ടുവരണം. പിശാചെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. ശത്രുവായി പൈശാചികൻ നമ്മുടെ ഇതെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. നമ്മുടെ ദിവസങ്ങൾ അപഹരിച്ചുകൊണ്ട് പോയി, നമ്മുടെ സമയങ്ങൾ അപഹരിച്ചുകൊണ്ട് പോയി, നമ്മുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോയി. പിശാച് അപഹരിച്ചുകൊണ്ട് പോയതാണ്. നമ്മുടെ സൽപ്രവൃത്തികൾ അപഹരിച്ചുകൊണ്ട് പോയി, നമ്മുടെ സൽബുദ്ധികൾ അപഹരിച്ചുകൊണ്ട് പോയി. നമുക്ക് ചില നല്ല ചിന്താഗതികളുണ്ടായിരുന്നു, അതെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. നമുക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു, സ്നേഹം അപഹരിച്ചുകൊണ്ട് പോയി. ഇന്ന് വീടുകളിൽ സ്നേഹമില്ല, പരസ്പരമുള്ളതായ സൗഹൃദമില്ല, പരസ്പരമുള്ളതായ ഒരു മനസ്സില്ല. എന്താണ് കാരണം? പിശാചെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. ഉണ്ടായിരുന്ന സമാധാനത്തെ പിശാച് അപഹരിച്ചുകൊണ്ട് പോയി. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് എന്തെല്ലാമാണ് നഷ്ടം വന്നത്? ഒരു ചെറിയ നഷ്ടം വന്നത് ഓർത്താൽ തന്നെ നിങ്ങൾക്ക് സങ്കടമാണ്. അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. വലിയ വിലയൊന്നുമില്ലാത്തൊരു ചെറിയ പേനയാണെന്നിരിക്കട്ടെ, വലിയ വിലയൊന്നുമില്ലായിരിക്കും. അതുപോലെ കൂടുതൽ പേനകൾ വേണമെങ്കിൽ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് വെപ്രാളമാണ്. അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, സാധനങ്ങൾ നഷ്ടപ്പെട്ടത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയ വല്ലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, വിലപ്പെട്ടത് വല്ലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദാവീദ് നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരികെ കൊണ്ടുവന്നു. ദാവീദ് ദൈവസന്നിധിയിൽ നിന്ന് ജാഗരിച്ചു, പ്രാർത്ഥിച്ചു. ദാവീദിൽ നിന്ന് കരഞ്ഞു. കരയാൻ ശക്തി ഇല്ലാതാകുവോളം ദാവീദ് കരഞ്ഞു. നമുക്ക് 30-ാം അധ്യായം 1-ാം വാക്യം നിന്ന് വായിക്കാം. 30-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിന് ജയിച്ച് അതിനെ തീവച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. എല്ലാവരെയും കൊള്ളയായി പിടിച്ചുകൊണ്ടുപോയി, ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ദാവീദും ജനവും കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. യോ പോയല്ലോ കർത്താവേ, പോയല്ലോ, നഷ്ടം വന്നുപോയല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, മദ്യം കൊണ്ട് നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? മദ്യം കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ അരുതാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ ശരീരം വിട്ടുകൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുണ്ടോ? വേണ്ടാതനത്തിൽപ്പെട്ട പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടും നിങ്ങളുടെ ജീവിതം നയിച്ചതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നഷ്ടമാണ്, നിസ്സാരമല്ല. ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞു. സിക്ലാഗ് ശത്രു വന്ന് തീ വെച്ച് ചുട്ടുകളഞ്ഞു. അമാലേക്യർ വന്ന് തീ വെച്ച് ചുട്ടുകളഞ്ഞു. എല്ലാം പിശാച് നശിപ്പിച്ചു. നശിപ്പിക്കുന്നവൻ പിശാചാണ്.
നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന പിശാചാണ്, എല്ലാം ചുട്ടുകളയുന്ന പിശാചാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് നോക്കിയപ്പോൾ എല്ലാം ചുട്ടുകളഞ്ഞിരിക്കുന്നു. ആരെയും കാണാനില്ല, ഭാര്യമാരെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, വേലക്കാരെ കാണുന്നില്ല, എല്ലാം ഈ അമാലേക്കർ അപഹരിച്ചുകൊണ്ട് പോയി. ദാവീദ് കരയാൻ ബലമില്ലാതാകുവോളം കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുവരണമല്ലോ. എനിക്ക് അതെല്ലാം തിരികെ കൊണ്ടുവന്ന ഒരു സമാധാന ജീവിതം തുടങ്ങണമല്ലോ. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എനിക്ക് വിലപ്പെട്ട അവസരങ്ങളുണ്ടായിരുന്നതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. വിലപ്പെട്ട സമയങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. കർത്താവേ, ഇപ്പോൾ ഇതാ ലേറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, വൈകിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു, എങ്കിലും ഞാൻ എല്ലാം അടക്കി കൊണ്ടുവരുവാൻ ഞാനിതാ ഉദ്യമിക്കുന്നു. ഇപ്പോൾ നിന്റെ കൃപ എനിക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം തിരികെ കൊണ്ടുവരാം. വചനനിശ്ചയം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, വചനനിശ്ചയം, വചനത്തിലുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ജീവിതത്തിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ആത്മാവിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ആത്മാവിൻ്റെ കരുത്ത് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോ നിങ്ങൾ ചിന്തിച്ചെടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റു, അന്ന് പകൽ ചെയ്യാനുള്ളതെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു. ഓരോ കാര്യങ്ങളും കർത്താവിനെ പരിമേൽപ്പിച്ചു. ഒരു സെക്കൻഡ് പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് കർത്താവിനോട് പറഞ്ഞു. ഇന്ന് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തുകയില്ല. എല്ലാം എനിക്ക് വിലയേറിയ നിമിഷങ്ങളാണ്, ഞാനതെല്ലാം പ്രയോജനപ്പെടുത്തും എന്ന് നിങ്ങൾ ചിന്തിച്ചു. നിങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം, അപ്പോഴാണ് അയ്യോ പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, സമയം പാഴാക്കിപ്പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അലസത നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടുത്തി. അലസത മൂലം പലതും നഷ്ടപ്പെട്ടു പോയി. മടി പിടിച്ചതുകൊണ്ട്, സ്ലഗിഷ്നെസ്, ഐഡിൽനെസ്, ഈ ലേസിനെസ്, അലസത നിങ്ങളെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അലസത, ദൈവത്തിന് സ്തോത്രം. അല്ലേ, നിങ്ങൾക്കറിയാമോ അലസത വിലപ്പെട്ട സമയം, പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, രാത്രിയിലെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ തനിയെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഏതെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ അല്ല നിങ്ങളുടെ കൂട്ടായ്മയുള്ളവർക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കാറുണ്ടോ? രാത്രിയിലെ യാമങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ കർത്താവ് മാനിക്കും. നിങ്ങളെ കർത്താവ് വിളിച്ചെഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സമയങ്ങൾ നഷ്ടപ്പെടുത്തി കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഇനിയും തിരുത്തേണ്ടത് പലതും ഉണ്ടല്ലോ കർത്താവേ. തിരുത്താൻ ഇനിയും പലതും ഉണ്ടല്ലോ. എല്ലാം ഒന്നും ശരിയായിട്ടില്ലല്ലോ. ഇന്നും പലതും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങളോട് ചോദിക്കട്ടെ, രാത്രിയുടെ യാമങ്ങളിലിരുന്ന് കരയാറുണ്ടോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. രാത്രിയിലെ സമയങ്ങളിലിരുന്ന് നിങ്ങൾ ഏങ്ങലടിക്കാറുണ്ടോ? കർത്താവ് മാത്രം കേട്ടാൽ മതി. ഭാര്യ കേൾക്കണ്ട, ഭർത്താവ് കേൾക്കണ്ട, കുഞ്ഞുങ്ങളറിയണ്ട. നിങ്ങൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കേണ്ട ആവശ്യം വരില്ല. ഉറക്കം തനിയെ പൊക്കിയുള്ളൂ. നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊണ്ടുവരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കാൻ കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ നഷ്ടങ്ങളും നികത്തി തരാമെന്ന് കർത്താവ് പറയുകയാണ്. നഷ്ടങ്ങളെല്ലാം നികത്തി തരാം. മോനെ, നീ ഭയപ്പെടേണ്ട, മോളെ നീ ഒട്ടും പേടിക്കേണ്ട, പരിഭ്രമിക്കേണ്ട. ഇതുവരെ വന്ന നഷ്ടങ്ങളെല്ലാം ഞാൻ നികത്തി തരാം. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഞാൻ തിരികെ കൊണ്ടുവന്നു തരാം. നഷ്ടപ്പെട്ടതായ സൗഭാഗ്യങ്ങൾ തിരികെ കൊണ്ടുവന്നു തരാം. നഷ്ടപ്പെട്ടതായ സന്തോഷങ്ങൾ തിരികെ കൊണ്ടുവന്നു തരാം. നഷ്ടപ്പെട്ടുപോയ സമാധാനം തിരികെ കൊണ്ടുവന്നു തരാം. നഷ്ടപ്പെട്ടുപോയ സ്നേഹം തിരികെ കൊണ്ടുവന്നു തരാം. ദൈവത്തിന് സ്തോത്രം. സ്നേഹം നഷ്ടപ്പെട്ടു പോയവർ, എൻ്റെ കർത്താവേ, ഇന്ന് ഇത് ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാൻ നാഥാ നീ എനിക്ക് കൃപ തരണമേ. ദാവീദ് കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രാജാവ് ഉറക്കെ കരയുകയാണ്. നഷ്ടപ്പെട്ടതിനോർത്ത് ദാവീദ് രാജാവ് ഉറക്കെ കരയുകയാണ്. സിക്ലാഗ് ശത്രുവൻ തീ ചുട്ടുകളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ തവണ പറയണം, കർത്താവേ, എൻ്റെ നഷ്ടങ്ങളെല്ലാം നീ നികത്തി എനിക്ക് ജീവിതം ലാഭമാക്കി തരണമേ. ഇനിയുള്ള ഓരോ സെക്കൻഡും വിലയേറിയതെന്ന് ഞാൻ കരുതി. എൻ്റെ കർത്താവേ, നിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ തുറന്നു തരുന്നു. എൻ്റെ ജീവിതം ഞാൻ വിട്ടുതരുന്നു. യേശുവേ, ഇനി എനിക്ക് സ്വന്തമായൊരു ആയുസ്സില്ല, സ്വന്തമായൊരു ജീവിതമില്ല, സ്വന്തമായൊരു അഭിപ്രായമില്ല, സ്വന്തമായ താല്പര്യമില്ല, സ്വന്തമായ ഒരു ഇഷ്ടമില്ല. എൻ്റെ പദ്ധതികളെല്ലാം ഞാൻ താഴെ വയ്ക്കുന്നു. എല്ലാം എൻ്റേതായിട്ടുള്ളതെല്ലാം ഞാനിതാ താഴെ വയ്ക്കുന്നു. എനിക്ക് ഒന്ന് മാത്രം,
എൻ്റെ രക്ഷകനെ സാക്ഷിക്കുക, എൻ്റെ യേശുവിനെ വാഴ്ത്തിപ്പാടുക, എൻ്റെ യേശുവിനെ സ്തുതിക്കുക. എനിക്ക് ജീവൻ തന്ന യേശുവിനെ വാഴ്ത്തുക, എനിക്ക് നിത്യനരകം ഒഴിവാക്കി തന്ന യേശുവിനെ വാഴ്ത്തുക, നിത്യസ്വർഗത്തിലേക്ക് എനിക്ക് അവകാശം തന്ന യേശുവിനെ എനിക്ക് സ്തുതിക്കുക. കർത്താവേ, ഇത് മാത്രം മതി. എൻ്റെ വേല തികയ്ക്കണം കർത്താവേ. എനിക്ക് സ്തുതിച്ച് തീർക്കണം കർത്താവേ. എനിക്ക് നിന്നെ ആരാധിച്ച് തീർക്കണം കർത്താവേ. എനിക്ക് എൻ്റെ വേല തികച്ച്, ഓട്ടം തികച്ച്, വിശ്വാസം കാത്ത് എനിക്ക് നീതിയുടെ കിരീടം ലഭിക്കാനായി എനിക്ക് പറന്നു പോകണം കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. നിൻ്റെ കൃപയുടെ വചനത്താൽ ഈ മക്കളെ അവിടെ ധന്യരാക്കണമേ. എല്ലാവരെയും നാഥ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുന്ന ഭാഗ്യാനുഭവത്തിലേക്ക് നയിക്കണമേ. സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഷ്ടപിശാചിൻ്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ എല്ലാവരെയും പരിപാലിച്ചു കൊള്ളണമേ. എല്ലാ നന്മകളാലും നിറച്ചു കൊള്ളണമേ. നാഥ, അവിടുത്തെ രണ്ടാമത്തവർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.